CPM-ന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർണവും പൈസയും എവിടെ കിട്ടുന്നോ അതെല്ലാം അടിച്ചു മാറ്റി സ്വന്തം കീശ വീർപ്പിക്കുക, സ്വന്തം ബാങ്ക് നിറയ്ക്കുക, അവരുടെ കുടുംബം രക്ഷപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരു കാര്യമാണ്. എനിക്ക് CPM-നെ പറ്റി ആദ്യം ഒരു നല്ല അഭിപ്രായമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനും CPM-ൽ ഉള്ള ആളായിരുന്നു. പക്ഷെ അവര് ചിലരൊക്കെ നല്ലപോലെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അധികം നേതാക്കന്മാരും ഇപ്പോ ഈ എങ്ങനെ അവർക്ക് രക്ഷപ്പെടാം, അവരെങ്ങനെ കൊട്ടാരം ഉണ്ടാക്കാം, കാറ് ഏറ്റവും വില പിടിപ്പുള്ളത് മേടിച്ച് നടക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇപ്പൊ ആവശ്യം. അല്ലാതെ പാവങ്ങളെ സംരക്ഷിക്കലല്ല. അവരുടെ പേര് മാത്രം പറയലും ആനുകൂല്യങ്ങളൊക്കെ ഇവര് അടിച്ചു മാറ്റുകയാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നല്ല പങ്ക് എന്തൊക്കെയുണ്ട് CPM-നുണ്ട്. CPM-ന്റെ നേതാക്കന്മാരടക്കം എന്തായിട്ടുണ്ടായാലും ഇപ്പോ പ്രതികളല്ലേ, അവരല്ല ഇപ്പൊ ജയിലിലുള്ളത്. അപ്പൊ അതിൽ നല്ലൊരു പങ്കുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഗതികെട്ട സർക്കാർ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അതില്ല, കേരളം ഭരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ശബരിമല സ്വർണം കൊള്ളാന്ന് വെച്ചാലും എന്താ പറയാ, അത്രത്തോളം ഇതായിട്ടുള്ള ജനങ്ങൾ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരു ഭരണം എന്താവില്ല, ഇടതുപക്ഷത്തിന് കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല. പാർട്ടിന്റെ ആളുകളല്ലേ അത് മുഴുവനും കെട്ടുകൊണ്ട് പോയത്. അവിടെ വല്ലതും ഉണ്ടോ ഇനി? മുഴുവനും കെട്ടുകൊണ്ടുപോയില്ലേ? അതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരല്ലാതെ വേറെ ആരെ ഇപ്പോ ഒരു കാരണവശാലും CPM-ന് പങ്കില്ല. കാരണം പിന്നെയും കോൺഗ്രസിന്റെ ആളുകൾക്കാണ് പങ്കുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതേസമയം പിണറായിന്റെ പടം അവര് വ്യാജമായിട്ട് ഇട്ടതാണ്. അതിൽ യാതൊരു അർത്ഥമില്ല. അത് മാധ്യമങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിപ്പം CPM-ന്റെ അംഗങ്ങളാണ് ദേവസ്വം ബോർഡിൽ ഭരിക്കുന്നത്. അപ്പൊ അവരും പിണറായിന്റെ സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ UDF-നും CPM-ഉം ഇതിൽ നല്ലൊരു സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തോന്നുന്നുണ്ട്. തീർച്ചയായും പങ്കുണ്ട്. പങ്കില്ലാതിരിക്കില്ലല്ലോ. എന്താ വെച്ചാൽ അവരെയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മന്ത്രിയാണ് ഈ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും അവർക്ക് പങ്കില്ലാതിരിക്കില്ല. അവർക്ക് അതിനകത്ത് എന്തായാലും തീർച്ചയായും പങ്കുണ്ടാവും. ഇല്ല, അതിൽ പാർട്ടിക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല. അതെല്ലാം പ്രതിപക്ഷം പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. അതിൽ പാർട്ടി നേരിട്ട് യാതൊരു പങ്കുമില്ല. അതിന്റെ പ്രതികളിൽ നിന്ന് ആരോപിക്കുന്ന പ്രതികളിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി പ്രതിപക്ഷം അത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അത് പങ്കുണ്ടായില്ല, സർക്കാരിനൊക്കെ പങ്കുണ്ടായില്ല. അതിനെ സംബന്ധിച്ച് പരിശോധിച്ചാല് അത് ഈ CPM-നെ മാത്രമല്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് കേരളത്തിലെ ഏത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആരായാലും ഇപ്പോൾ കുറേ കാലമായിട്ട് കോൺഗ്രസ് കേരളത്തിൽ ഭരണമുള്ള സമയത്ത് അവരുടെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരെ ആളുകളുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്. അവർക്കൊക്കെ ഇതിനകത്ത് കൈയുണ്ട്. അവിടെ ആര് ഭരിക്കുന്ന ആ പാർട്ടിയുടെ ആളുകളാണ് ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണം. ഇപ്പൊ ഒന്നും വേണം, നമുക്ക് ഓരോ സ്ഥലം പരിശോധിച്ച് അറിയാം. ഇപ്പൊ മാനന്തവാടിയിലുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രം, ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം. അവിടെ CPM ഭരിക്കുമ്പോൾ അവരാളുകൾ അതിനകത്ത് കയറിക്കൂടും, കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരാളുകൾ കയറിക്കൂടും, ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടൊക്കെ. അപ്പൊ അത് അവിടുത്തെ ട്രസ്റ്റുമാരൊക്കെ ആയിട്ട് ഒത്തിട്ടുള്ള പല രീതിയിൽ അഴിമതി കാര്യങ്ങൾ ഇപ്പൊ തന്നെ പലതും മാനന്തവാടി തന്നെ നമുക്കറിയാം. ഇവിടെ ഒരു ചന്ദനക്കൊള്ള നമ്മുടെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണം ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറിയിരിക്കുകയാണ്. 100% ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. സർക്കാരിനും പങ്കുണ്ട്. സർക്കാരിന്റെ നോമിനികളും CPM-ന്റെ നേതാക്കളായ പത്മകുമാറും അതേപോലെ ഈ പല ശങ്കർദാസ് പോലുള്ള CPM-ന്റെ പ്രബല നേതാക്കളാണ് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇത് CPM-ന്റെ അറിവോടും സമ്മതത്തോടുകൂടിയാണ് ഇങ്ങനത്തെ ഈ രീതിയിലുള്ള ഒരു അഴിമതി, അതേപോലെ നമ്മളെ ഒരു ഭഗവാന്റെ ഈ സ്വർണ്ണപ്പാളിയുടെ രീതിയിൽ കട്ട് എടുത്തിട്ടുകൊണ്ട് ഇതേപോലെ CPM-ന്റെ അറിവോടുകൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതിലൊക്കെ വെറുതെ പലവരും പറഞ്ഞു നടക്കുന്നല്ല. മുമ്പ് കുറെ അന്വേഷണമൊക്കെ നടന്നു. ഇതാണ് KT ജലീലിനെ പോലത്തെ ഖുർആനിലൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വിട്ടികളാക്കുന്നതെന്നല്ലാതെ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞ് എതിർകക്ഷികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലാതെ അതിലൊന്നും ഒരു കഴമ്പും ഒന്നും തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ ഹിന്ദു സമൂഹത്തെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും സമ്പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനങ്ങളിലൂടെ ശബരിമലയെയും
മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വരുമാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. യുവതി പ്രവേശനമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് കേവലം ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തികച്ചും വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ സ്ത്രീകളെ അവിടെ കയറ്റിക്കൊണ്ട് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിനും വളരെ വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ഭക്തരായ ആർക്കും അവിടെ പോകണമെന്നുള്ള യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ലാത്ത സമയത്ത് ദൈവമില്ല ഈശ്വരനില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളെ, ബിന്ദുഅമ്മണിയെ പോലെയുള്ള വളരെ സാംസ്കാരികമായിട്ട് അധപ്പതിച്ച തരത്തിലുള്ള ആളുകളെ അവിടെ കയറ്റിക്കൊണ്ട് കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളെ ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാർ നിന്ദിക്കുകയും അവഹേളിക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും. കാരണം SIT ഫോം ചെയ്തിരിക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അപ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പോറ്റിമാരിൽ ഈ അന്വേഷണം നിൽക്കുക എന്നുള്ളതല്ലാതെ മുകളിലേക്കുള്ള അതിന്റെ ഉന്നതമായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുവാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സർവ്വസ്വതന്ത്രമായ ഒരു ഏജൻസി CBI തന്നെ വേണം ഈ ഒരു ശബരിമല കൊള്ള അന്വേഷിക്കാനും. എങ്കിൽ മാത്രമാണ് ആ ഒരു കൊള്ളയുടെ വ്യാപ്തി ഭക്തജനങ്ങൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലാക്കുവാനും അർഹമായിട്ടുള്ള ശിക്ഷ ഈ കാട്ടുകള്ളന്മാർക്ക് കൊടുക്കുവാനും സാധിക്കുക. അത് രാജിവെക്കുമല്ലോ, ഒരു പ്രത്യേകിച്ച് രാജിവെക്കും. പത്രത്തിലൊക്കെ കണ്ടില്ലേ ദേവസ്വം മന്ത്രി, ഇങ്ങനത്തെ ദേവസ്വം മന്ത്രി എന്തിനാണുള്ളത്? ഇവര് ദൈവമില്ല അമ്പലമില്ല എന്ന് പറഞ്ഞുള്ള ആൾക്കാരല്ലേ, പിന്നെന്തിനാ ഇവർക്ക് ദൈവത്തിന്റെ പൈസ? ഇവർ ഈ ഭക്തജനങ്ങൾക്ക് ദൈവത്തിന്റെ ദേവസ്വം ബോർഡ് എല്ലാം ഒഴിവാക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, എന്നിട്ട് അവര് നടത്തിക്കോട്ടെ. എന്നിട്ട് ഇത്ര പ്രശ്നങ്ങൾ വരാനില്ലല്ലോ. ഉണ്ട് 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 ഉണ്ട്